സംസ്ഥാനത്തെ ആശുപത്രികളിലെ ഉപകരണക്ഷാമത്തിൽ ഇടപെട്ട ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴി 100 കോടി രൂപ അനുവദിച്ചു. ഇതിന് പുറമെ ധനവകുപ്പ് KMSCL-ന് 50 കോടിയും അനുവദിച്ചു. MG പ്രതീഷ് വിവരങ്ങൾ മറ്റായിരുന്നു. പ്രതീഷ്, ആ വാർത്തയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സാധാരണ രോഗികളാണ്. സാധാരണ രോഗികൾക്കൊപ്പം സന്തോഷിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. ഡോക്ടറിന്റെ പേര് ഡോക്ടർ ഹാരിസ് ഹസൻ എന്നാണ്. പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഉപകരണ പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് അതിന് ആശ്വാസമായി ഈ മരുന്ന് വിതരണ കമ്പനികൾക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ തീരുമാനം വന്നിട്ടുള്ളത്. ഈ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് 100 കോടി ആദ്യം അനുവദിച്ചത്. ഇതിൽ 65 കോടി സർക്കാർ ആശുപത്രികൾക്കാണ്. അത് മെഡിക്കൽ കോളേജുകൾക്കും ജനറൽ ആശുപത്രികൾക്കും താലൂക്ക് ആശുപത്രികൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും. ഇതിനു പുറമെ സ്വകാര്യ ആശുപത്രികൾക്ക് 35 കോടിയും അനുവദിച്ചിട്ടുണ്ട്. അതിനു പുറമെ ധനവകുപ്പ് 50 കോടി രൂപ KMSCL-നും അനുവദിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഒരു പരിധിവരെ ഈ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഈ മരുന്ന് കമ്പനികൾ കുറച്ച കടുത്ത നിലപാടുമായി ഇപ്പോഴും നിൽക്കുകയാണ്. ഈ സെപ്റ്റംബർ 1 മുതലാണ് ഈ ഉപകരണം ഒപ്പം മരുന്നുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന കമ്പനികൾ ഒരു സമരത്തിലേക്ക് പോയത്. അതായത് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യാത്ത ഒരു നിലപാടിലേക്ക് പോയി. ഈ ഒരു വർഷത്തോളം ഉള്ള കുടിശ്ശിക ഇപ്പോഴും പെൻഡിംഗ് ആണ് എന്നതാണ് മരുന്ന് കമ്പനികൾ അല്ലെങ്കിൽ വിതരണക്കാർ അറിയിക്കുന്നത്. 2024 ഫെബ്രുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കുടിശ്ശിക നൽകാതെ ഈ വിതരണം പുനഃസ്ഥാപിക്കില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഈ കമ്പനിക്കാർ തുടരുകയാണ്. അക്കൗണ്ടിൽ എപ്പോൾ പണം എത്തുന്നു അപ്പോൾ മുതൽ വിതരണം നടത്താമെന്നൊരു നിലപാടാണ് ഇപ്പോൾ അറിയിക്കുന്നത്. പക്ഷേ അടിയന്തരമായി പണം ഇപ്പോൾ അനുവദിച്ചത് കൊണ്ട് തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്തായാലും കാണുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 29 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. ഇതോടുകൂടിയാണ് ഈ കാർഡിയോളജി വിഭാഗത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് ഈ കാർഡിയോളജി വിഭാഗത്തിലെ മേധാവി തന്നെ സൂപ്രണ്ടിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത്. ഇത് വാർത്ത ഉൾപ്പെടെ ആയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയും ധനവകുപ്പും ഫണ്ട് അനുവദിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത്. ഹാഷ്മി. MG പ്രതീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.